ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സ്രഷ്ടാവ് സർവേശ്വരനായതുകൊണ്ട് എല്ലാവരുടെയും പിതാവ് അവിടുന്ന് തന്നെയാണ്. അതിൽ നിന്നാണല്ലോ സർവരും ഉണ്ടായത്. എന്നാൽ ഈ ഉണ്ടാവലിന് കാരണഭൂതമായിരിക്കുന്നത് അമ്മയാകുന്ന മായാശക്തിയാണ്. ആ മായാശക്തിയെ മാതാവായി നമുക്ക് കാണാം. അതിനാൽ അച്ഛനും അമ്മയും അല്ലാതെ സത്യമായി മറ്റൊന്നുമില്ല ജഗത്തയെങ്കിലും അച്ഛനും അമ്മയും ആരെന്നു ബോധിപ്പാൻ ആചാര്യനായതും ഈശൻ തന്നെ. അമ്മയും അച്ഛനും അല്ലാതെ സത്യമായി, അച്ഛനും അമ്മയും അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആരും തന്നെ ഇല്ല. നമ്മുടെ അച്ഛനെ, ഈ ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതല്ല. ഈ അച്ഛനെയും അമ്മയെയും അമ്മയാകാൻ വേണ്ടിയും അച്ഛനാകാൻ വേണ്ടിയും തെരഞ്ഞെടുത്തത് സർവേശ്വരനാണ്. അവർക്ക് കുഞ്ഞായി ഭവിക്കാൻ ഒരു കാരണക്കാർ അവരാണ്. അതിൽ കുഞ്ഞായി നമ്മെ നിയുക്തമാക്കിയതും അവിടുന്ന് തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ആ കുട്ടിയുടെയും കർമ്മഗതിക്കനുസരിച്ചാണ് ഈ പരസ്പര ബന്ധങ്ങളെല്ലാം. അത് തീരുമാനിക്കുന്നത് ഈശ്വര നിശ്ചയമാണ്. അതാണ് ഈശ്വരൻ്റെ കർമ്മം, അതാണ് ഈശ്വരൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. ആ സങ്കല്പത്താലാണ് ഈ ജഗത്തുണ്ടായതും ജഗത് പദാർത്ഥങ്ങളും ജഗത്തിലെ സർവചരാചരങ്ങളായ ജീവികളും ഉണ്ടായത്. അച്ഛനും അമ്മയും അല്ലാതെ സത്യമായി മറ്റൊന്നുമില്ല ജഗത്രയത്തിങ്കലും. ഈ മൂന്ന് ലോകത്തിലും നമ്മുടെ അച്ഛനും അമ്മയുമായിരിക്കുന്നത് ആ സർവേശ്വരനും മായാദേവിയുമാണ്. കാരണം സൃഷ്ടിക്ക് കാരണഭൂത മായയാണ്, അജ്ഞാനമാണ്. അതുകൊണ്ട് അജ്ഞാനത്തെ അമ്മയായി കാണുന്നു. അച്ഛനും അമ്മയും ആരെന്ന് ബോധിപ്പാൻ, ആരാണ് നമ്മുടെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന് ബോധിക്കുന്നതിന് ആചാര്യനായതും ഈശൻ തന്നെ. നമുക്കൊരാചാര്യനെ എത്തിച്ചു തരുന്നതും ഈശൻ തന്നെയാണ്. അതിനാൽ വേണ്ട സമയത്ത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ നമുക്ക് നിർദ്ദേശം തരാൻ പറ്റിയ ആചാര്യനെ അവിടുന്ന് തന്നെ നിയോഗിക്കും. അല്ലെങ്കിൽ സർവേശ്വരൻ തന്നെ ആചാര്യനായി എല്ലാ ബോധവും ഇൻട്യൂഷണലായി നമുക്ക് തരുന്നു. അതിനാൽ നാം നിന്നു കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അച്ഛനും അമ്മയും അല്ലാതെ സത്യമായി മറ്റൊന്നുമില്ല ജഗത്രയത്തിങ്കലും. ഈ മൂന്ന് ലോകത്തിലും ജഗത്രയം, ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം. ഭൂലോകം എന്നാൽ ഈ ശരീരത്തോടു കൂടിയിരിക്കുന്ന ഈ സ്ഥലം, അതിന് ഭൂമി കൂടിയേ കഴിയൂ. അതാണ് ഭൂലോകം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നാം ചെയ്ത കർമ്മത്തിനനുസൃതമായി ഉള്ള സൂക്ഷ്മ മണ്ഡലത്തിന് അല്ലെങ്കിൽ പരലോകത്തിന് 2 തട്ടുകളാണുള്ളത്. അതിന് ദേവയാനമെന്നും പിതൃയാനമെന്നും പറയുന്നു. മഹാസൽകൃത്യങ്ങൾ ചെയ്ത, വലിയ വലിയ ത്യാഗത്തോടുകൂടി സൽകൃത്യങ്ങൾ ചെയ്തവർക്ക് ദേവയാനം എന്ന പാതയിലൂടെ സഞ്ചരിക്കാം. എന്നാൽ നികൃഷ്ടമായ പാപകർമ്മങ്ങൾ ചെയ്തവർക്ക് പിതൃയാനത്തിലൂടെ പലതരത്തിലുള്ള കർമ്മങ്ങൾക്കനുസൃതമായ ദുഃഖാനുഭവങ്ങളും വേണ്ടിവരുന്നു. അതിനാൽ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്ത് നാം ആ പരമകൈവല്യാവസ്ഥയെ പ്രാപിക്കുകയാണ് വേണ്ടത്. അതിനു പറ്റിയ അവസരമാണ് ഈ ഭൂമിയിലെ വാസകാലം. ഭൂമിയിൽ വസിക്കുന്ന കാലത്ത് വേണം നമ്മൾ ഉയർത്തപ്പെടാൻ. മരണശേഷം അല്ലെങ്കിൽ ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് നേടാൻ സാധിക്കുകയില്ല. ശരീരത്തിന് ആരോഗ്യവും ശക്തിയും ഊർജ്ജസ്വലതയും
ഉള്ളപ്പോൾ വേണം ആ പരമസത്യം ബോധിക്കാൻ. അതിനറിയുന്ന ആളുകളെ സമീപിച്ച് അതിനനുസരിച്ച് ജീവിത രീതിയും അതിനനുസരിച്ച് ആചാര്യവരണവും കഴിയുമ്പോൾ നമുക്ക് പരമസത്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം നന്നാക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിഷയങ്ങൾ കടിമപ്പെട്ട് ജീവനെ ദുരിതത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നു. അച്ഛനും അമ്മയും അല്ലാതെ സത്യമായി മറ്റൊന്നുമില്ല ജഗത്രയത്തിങ്കലും. അച്ഛനും അമ്മയും ആരെന്ന് ബോധിപ്പാൻ ആചാര്യനായതും ഈശൻ തന്നെ.